ടണൽ റെസിഡൻസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തിയ ഓണാഘോഷവും വാർഷികവും വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ നടന്നു. ടണൽ റെസിഡൻസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സംസ്ഥാന രക്ഷാധികാരി പ്രകാശൻ പിള്ള പി അധ്യക്ഷനായ സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ധനസഹായ വിതരണം ഇരവിപുരം MLA വിഷ്ണുമോഹൻ നടത്തി. കൊല്ലം മേയർ AK ഹഫീസ് വയോധികരെ ആദരിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഷാജി S ചികിത്സ ധനസഹായ വിതരണം നടത്തി. ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജേഷ് കുമാർ, YWCA പ്രസിഡന്റ് ബീന ജോർജ്, SN കാഷ്യൂ CEO ഷാ സലീം, ടണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ B രാമാനുജൻ പിള്ള, ടണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന സെക്രട്ടറി വിജയകുമാരി L, സജിത് S എന്നിവർ സംസാരിച്ചു. ഏറ്റവും ശ്രമകരമായ സന്നദ്ധ സാമൂഹിക സേവന പ്രവർത്തനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. ടണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പ്രാവശ്യം അവരുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങ് സംഘടിപ്പിക്കാനും ആ ജീവകാരുണ്യപരമായിട്ടുള്ള സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന ഓണക്കിറ്റ് നൽകാനും ഈ പ്രാവശ്യം തീരുമാനിച്ചത് ഈ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഈ സെന്ററിലെ ആ കുടുംബങ്ങൾക്കാണ് എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഈ സമ്മേളനം ഈ പ്രദേശത്ത് വെച്ച് അല്ലെങ്കിൽ YWC ആസ്ഥാനത്ത് വെച്ച് സംഘടിപ്പിക്കാൻ ഇടയായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പലതരത്തിൽ രൂപപരിണാമം സിദ്ധിച്ചു വന്നിട്ടുള്ള ഒരു നാമകരണമാണ്. മുൻകാലങ്ങളിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട്, അംഗവൈകല്യം എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു, വ്യാഖ്യാനിക്കാറുണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നു. ചർച്ചകൾക്ക് ശേഷമാണ് ഇത് ശരിക്കും ഒരു വൈകല്യമല്ല, മനുഷ്യ സമൂഹം ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണുള്ളത്. എനിക്കുള്ള കഴിവുകൾ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകണമെന്നില്ല, ഈ കുഞ്ഞുങ്ങൾക്കുള്ള കഴിവുകൾ എനിക്കുണ്ടാകണമെന്നില്ല. അപ്പൊ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ഭിന്നമായ ശേഷിയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്, നമ്മളിൽ ഓരോരുത്തർക്കുമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വൈകല്യമല്ല, മറിച്ച് അതൊരു കഴിവാണ്, വ്യത്യസ്തമായ ഭിന്നമായ ഒരു കഴിവാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ലോകത്താകമാനം തന്നെ ഭിന്നശേഷി സമൂഹം എന്ന നിലയിലേക്ക് വ്യത്യസ്തമായ ശേഷിയുള്ള ഒരു സമൂഹം, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരു സമൂഹം എന്ന നിലയിലുള്ള വ്യാഖ്യാനത്തിന്റെ പരിധിയിൽ വരികയും ആ കഴിവുകൾ കണ്ടെത്തി പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയുമാണ് ആ സമൂഹത്തോട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വമെന്ന് ആ ചാർട്ടറിൽ നിർവചിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ലോകത്ത് വ്യാപകമായി ആരംഭിക്കാനും ഇന്ന് ഇവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ കഴിയും, പുരോഗതിയും കൈവരിക്കാൻ കഴിയും, വലിയ മാറ്റങ്ങൾ പരിശീലനത്തിലൂടെ സിദ്ധിക്കാൻ കഴിയും എന്ന് കാലം തെളിയിച്ചു, അനുഭവങ്ങൾ തെളിയിച്ചു. ഒരുപക്ഷെ YWCA ആഭിമുഖ്യത്തിൽ യങ് വിമൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സെന്ററിലും ആ വിസ്മയകരമായ മാറ്റങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ ആ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവരെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ശ്രമകരമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വോളണ്ടറി ആക്ടിവിറ്റി ആയിട്ടാണ്, ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ടാണ് സത്യത്തിൽ YWCA ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. പോലെ ടണൽ ചാരിറ്റബിൾ സൊസൈറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ട്രസ്റ്റിന്റെ 9ാം വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ഓണാഘോഷവും അത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്ത സേവന പ്രവർത്തനങ്ങളും ഒക്കെ മറ്റ് സംഘടനകളിൽ നിന്ന്, ചാരിറ്റബിൾ സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തന ശൈലിക്ക് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്, ട്രസ്റ്റാണ് നമ്മുടെ ഈ ടണൽ റെസിഡൻസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ ഈ മെന്റലി റിട്രീറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുമായി പങ്കിടുകയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുക എന്ന
വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഈ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് ഇപ്രാവശ്യം തുടക്കം കുറിച്ചത്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ യോഗം കൃത്യമായി 3 മണിക്ക് തന്നെ തുടങ്ങണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. നമ്മുടെ എംപിയുടെയും അതുപോലെ നമ്മുടെ വിശിഷ്ടാതിഥികളുടെയും ഒക്കെ അല്പം പ്രത്യാന്തര ബാഹുല്യം നമുക്കറിയാം. ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ അവർക്ക് ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുവാനുണ്ട് എന്നപോലെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ നമ്മുടെ ജനങ്ങളുടെ ദുഃഖങ്ങളിലൊക്കെ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് കൂടി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ഏതാവശ്യമാണോ സാധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഓരോരുത്തർക്കും ആരെയാ കാണേണ്ടതെന്ന് വെച്ചാൽ അവരെയൊക്കെ കണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മഹത്തായ 9 വർഷം, നമ്മൾ 9ാമത്തെ വർഷമാണ് ആഘോഷിക്കുന്നത്. എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ ഇത്തരം പരിപാടികൾ നടത്താറുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ SI ആണ്. അപ്പൊ ഈ കുട്ടികൾ ഇതിന്റെ മുന്നിൽ കൂടി പോവുകയും വരികയും ചെയ്യുന്നത് ഞാൻ പല ദിവസങ്ങളിലും അവിടെ നിന്ന് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച അല്ലെങ്കിൽ അത് എനിക്ക് എൻ്റെ മനസ്സിനെ എന്തെങ്കിലും ഇപ്രാവശ്യം അവർക്ക് ചെയ്യണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹമുണ്ടായി. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ വരികയും ഇതിന്റെ ഭാരവാഹികളുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോൾ അവര് 50ഓളം കുട്ടികളുണ്ടെന്നും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഞങ്ങൾ 20 ഐറ്റംസുകൾ ഉൾപ്പെടെ, അരി ഉൾപ്പെടെ 20 ഐറ്റം ഉൾപ്പെടെയുള്ള പലവ്യഞ്ജന കിറ്റും അതോടൊപ്പം തന്നെ വെജിറ്റബിൾ കിറ്റ്, കൂടാതെ ധനസഹായം, അതുകൂടാതെ ചികിത്സാ ധനസഹായം, പിന്നെ ഓണപ്പുടവ എന്ന് പറയുന്നത് അവരെ പരിചരിക്കുന്ന, ഇങ്ങനെ ഈ സാഹചര്യത്തിലുള്ളവരെ പരിചരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കടമ്പയാണ്. അത്രത്തോളം ക്ഷമയും അതുപോലെ തന്നെ സഹനശക്തിയും കാര്യങ്ങളും ഉള്ളവർക്ക് മാത്രമേ ഇവരെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ പഠനത്തിലൂടെയും ആംഗ്യത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും അവരെ തോളോട് തോൾ ചേർത്ത് നിർത്തി സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ട് അവരെ പരിചരിക്കുന്നവർക്ക് ഞങ്ങൾ ഓണപ്പുറവ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇത്രയും പരിപാടികളാണ്. ജോൺസും ഗണേശും കൂടെ ഉണ്ട്. അനന്തു എ ഓർമ്മിപ്പിക്കുന്നതും മാവേലി നൽകിയ ദാനം നൽകിയ മാവേലിയുടെ ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഓണത്തിന്റെ യഥാർത്ഥമായ വാക്യം പാലിച്ചുകൊണ്ടാണ് തണല് ഈ വർഷത്തെ തണലിന്റെ 9 വർഷങ്ങൾ അവർ ആഘോഷിക്കുന്നത്. തണലിന് ഈ 9 വർഷങ്ങളെ കുറച്ചും കൂടി ഇന്ന് വിതരണം ചെയ്ത പണവും കൂടി ഉപയോഗിച്ചുകൊണ്ട്, കിറ്റുകളുടെ പണം കൂടി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി ഗംഭീരമായ ആർഭാടത്തോടു കൂടി നടത്താമായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കി ഈ നാടിന്റെ നമ്മുടെ മക്കളെ അവരെ ചേർത്ത് പിടിക്കാൻ, അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകാൻ, അവരെ സംരക്ഷിക്കാൻ തയ്യാറെടുത്ത തണല് അവരുടെ ആഘോഷം, അവരുടെ 9 വർഷത്തിന്റെ ആഘോഷം, ആ ഓണത്തിന്റെ മഹത്വം കൂടി ഉൾക്കൊണ്ടു എന്ന് സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എല്ലാം മറന്ന് നമ്മൾ ആഘോഷിക്കേണ്ടുന്നതാണ് ഓണം. സർവ്വ ദുഃഖങ്ങളും സർവ്വ പ്രതിസന്ധികളും സർവ്വ വിഷമതകളെയും നമുക്ക് അതിജീവിച്ച് എല്ലാം മറന്ന് നാം ആഘോഷിക്കുന്ന ഓണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ
ഇനിയുള്ള ദിവസങ്ങൾ ഇതിനേക്കാൾ നമുക്ക് പരീക്ഷണങ്ങളും പരിവേദനകളും ദുഃഖങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കൂടിയാണ്. അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സന്തോഷത്തോടു കൂടി ആഘോഷിക്കപ്പെടുന്ന ഈ ഓണത്തിന്റെ ദിവസങ്ങൾ, നിമിഷങ്ങൾ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നാടിന്റെ ഹൃദയം തുറന്ന ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സുധാകരൻ തുടങ്ങിയ ഇതിന്റെ രക്ഷകർത്താക്കൾ ഇത്രയധികം കുട്ടികൾ, 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ ഇവരെ പഠിപ്പിക്കാൻ, അവരെ വളർത്തി വലുതാക്കാൻ ഈ പ്രായം വരെ കൊണ്ടെത്തിക്കുന്നതിന് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എത്ര പറഞ്ഞാലും അത് അധികമാകില്ല എന്ന് എനിക്കറിയാം. ചെറുപ്രായത്തിൽ തുടങ്ങി എത്രയോ വയസ്സ് വരെ, പക്ഷേ അവരുടെയൊക്കെ ഓരോരുത്തരുടെ രക്ഷകർത്താക്കളുടെ ജീവിതാവസാനം വരെയും ഇത് തന്നെ ഒരു വ്രതാനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്നത് പോലെയുള്ള, അതിനപ്പുറം അത്രയും ത്യാഗം അനുഭവിച്ചാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. ഞാൻ ഏത് യോഗങ്ങളിൽ, ഭിന്നശേഷിക്കാരുടെ കുട്ടികളുടെ യോഗങ്ങളിൽ പോകുമ്പോഴും ഞാൻ സൂചിപ്പിക്കാറുണ്ട്, കുട്ടികൾ പലതും ഇല്ലെന്ന് അറിയുന്ന പോലുമില്ല. പലരും അവരെങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. സ്വാഭാവികമായും അതുപോലെ ഭിന്നശേഷി എന്ന് പറയുമ്പോൾ പല തരത്തിലാണ്, പല സ്വഭാവക്കാരാണ്. വല്ലാതെ പെട്ടെന്ന് രക്ഷപ്പെടുന്നവരുണ്ടാകാം. സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റവും വളരെ പ്രധാനമാണ്. അതൊക്കെ ഉൾക്കൊള്ളാൻ ഈ രക്ഷകർത്താക്കൾക്ക് കഴിയുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രക്ഷകർത്താക്കൾക്കാണ് ആദരവ് കൊടുക്കേണ്ടുന്നതാണ് എൻ്റെ പലപ്പോഴുമുള്ള അഭിപ്രായം. ഞാൻ പറയാറുണ്ട്, ജീവിതം മുഴുവൻ ഇവർക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച് ജീവിക്കുന്നത്, സ്വന്തമായി ജീവിക്കാതെ, ഒരു കുടുംബത്തിലെ വിശേഷങ്ങളിൽ പോലും പലപ്പോഴും പങ്കെടുക്കാൻ പറ്റുന്നില്ല. സ്വന്തമായി നല്ലവണ്ണം വസ്ത്രം ധരിച്ച് സ്വന്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഇതുമാത്രം മുന്നിൽ കണ്ടുകൊണ്ടു പോകുന്ന രക്ഷകർത്താക്കളെയാണ്, അവരെയാണ് നമ്മൾ നിൽക്കേണ്ടുന്നത്. അവരെ തന്നെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അവർക്കാണ് ആദരവ് കൊടുക്കേണ്ടുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ നടത്തുന്ന അതിലെ ജീവനക്കാർ, ആ ജീവനക്കാരെയും നമ്മൾ സമ്മതിക്കണം. എത്രയോ ബുദ്ധിമുട്ടുകൾ, ത്യാഗം അനുഭവിച്ചാണ് ഇവരെയൊക്കെ കൊണ്ട് നടക്കുന്നത്. ഏതൊക്കെ തരത്തിൽ അവർ തന്നെ അറിയാതെയാണ് പലതും സംഭവിക്കുന്നത്. നമുക്കൊക്കെ അറിയാം. അവരുടെ മാനസികാവസ്ഥ അതനുസരിച്ച്, ആ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് പെരുമാറേണ്ടി വരുന്ന രക്ഷകർത്താക്കൾ, അവരെ പഠിപ്പിക്കുന്ന, അവരെ കൈകാര്യം ചെയ്യുന്ന, അവരുടെ ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അതിന്റെ ജീവനക്കാർ, അവരെയും നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ധാരാളം MP ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തു. വളരെ അവരെയൊക്കെ ബഹുമാനിക്കാൻ തന്നെയാണ് അവരൊക്കെ എത്തിയത്. പക്ഷെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രീതിയല്ല, ആ ഒരു പ്രത്യേകതയല്ല, ആ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെയുള്ളൊരു ചടങ്ങിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവരെയൊക്കെ ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം അവരുടെ ശരിക്കും പറഞ്ഞ് അവരുടെ മുന്നിൽ ഞാൻ ശിരസ് നിൽക്കുന്നു. അത്രത്തോളം അർഹതപ്പെട്ടവരാണ് ഈ ജയകൃഷ്ണൻ, ജോളി ജേക്കബ്, സയ്യിദ് അലി, ഷിനോയ്. ജോളി വന്നോ? അപ്പോ സയ്യിദ് അലി,
പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം മറ്റൊരു ചടങ്ങ്, ഒരു ഓണാഘോഷം അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ നടന്നു. അവിടെ കണ്ടത് ആക്സിഡന്റിൽപ്പെട്ട് 4 ചുമരുകൾക്കുള്ളിൽ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നവരെ അവിടെ കൊണ്ടുവന്ന് അവർക്ക് ഓണത്തിന്റെ ഒരു ദിവസത്തെ സന്തോഷം കൊടുക്കാൻ ഒരു സംഘടന ശ്രമിച്ചു. അതിലും പങ്കെടുക്കാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഓണാഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നു. എല്ലാവരെയും ഓർക്കുന്ന, നമ്മളെല്ലാവരും അന്യോന്യം ഓർക്കുന്നു എന്നുള്ളതാണ്, അന്യോന്യം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. നമ്മളെല്ലാം ഒന്നാണെന്ന ചിന്ത നമ്മൾ ഉണ്ടാക്കുന്നതിന് ഓണം വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ശ്യാംലാലിന് ചികിത്സാ ധനസഹായം ബഹുമാന്യനായ AC. അടുത്തത് ആദിത്യൻ. ആദിത്യൻ വീൽ ചെയറിലാണ്. അപ്പോൾ വരാനൊക്കെ അവരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർക്കും തണലിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും ഈ മഹനീയമായ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കും എല്ലാവിധ ഓണാശംസകളും നേരുകയാണ്. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി. നിങ്ങളുടെ ഓണാഘോഷത്തിൽ ഞങ്ങളുടെ കൊച്ചു സ്ഥാപനത്തെ, ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നോക്കുമ്പോൾ അവര് മീശക്കാരൊക്കെ ആയെങ്കിലും ഞങ്ങൾക്ക് അവർ കുട്ടികളാണ്. അപ്പൊ അവര് നിങ്ങൾ കരുതിയതിന്, നിങ്ങളുടെ ഓണാഘോഷത്തിൽ അവരെയും കൂടെ ചേർത്ത് പിടിച്ചതിന് നന്ദി പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചില സംഘടനകൾ ഇവിടെ വരികയും അവരെ കാണുകയും ഇതുപോലെ ചില സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ചേർത്ത് പിടിച്ചു, നന്ദി. ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ YWC ആയിട്ടാണ് ഈ സ്കൂൾ നടത്തുന്നത്. ഗവൺമെന്റിന്റെ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്നിടത്ത് മാത്രമേ ഗവൺമെന്റ് ആനുകൂല്യങ്ങളുള്ളൂ. ഞങ്ങൾക്ക് ഒരു കുട്ടി പോലും 18 വയസ്സിന് താഴെയില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ കാര്യം. 2016 ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടിയതാണ്, എയ്ഡ്. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് ഗവൺമെന്റിന് ആനുകൂല്യങ്ങളൊന്നുമേ ഇല്ല. ഞങ്ങളെല്ലാവരും ചൊരുക്കൂട്ടുന്ന ചെറിയ ഒരു തുകയും പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റൽ നന്നായിട്ട് നടന്നു പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനവും, അതാണ് ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും. ഞങ്ങൾക്ക് 4-5 സ്റ്റാഫുണ്ട് ഇവിടെ. കുട്ടികളുടെ ഭക്ഷണ കാര്യങ്ങളുണ്ട്. സ്കൂളിലെ മറ്റ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ, ഡേ ടു ഡേ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇവിടെ നേതാക്കന്മാർ വന്നാലും ഈ നിയമത്തിന് എന്തെങ്കിലും, ഈ 18 എന്നുള്ളതിന് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവുമെന്ന് നമ്മൾ ഈ ചെവിയിൽ ഓതിക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ എന്ന് ചോദിക്കുന്നത്. പക്ഷെ ദൈവം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒപ്പമുണ്ട്. ഇടയ്ക്ക് ഹോസ്റ്റൽ ഒന്ന് ക്ഷീണിച്ചെങ്കിലും ആ ഹോസ്റ്റലിന്റെ ക്ഷീണം മാറി ഇപ്പൊ നന്നായിട്ട് ഞങ്ങളുടെ സ്കൂളിനെ കൊണ്ടുപോകാനുള്ള തക്കവണ്ണം ഞങ്ങൾ ഇച്ചിരി ബലം വെച്ച് വരുന്നുണ്ട് കോവിഡിനൊക്കെ ശേഷം. അപ്പോ ഞങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൈകൾ കാലുകൾ ഓടുന്നിടത്തോളം ഈ കുട്ടികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, അവരെ ഞങ്ങൾ നോക്കും, അവരുടെ കൂടെ ഞങ്ങൾ സന്തോഷിക്കും, അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരും. തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, വീണ്ടും ഞാൻ പറയാണ്, പ്രകാശം പിള്ള സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ വരികയും
നമ്മുടെ കുട്ടികളെ കാണുകയും അവർക്ക് വേണ്ടുന്നത് ചെയ്യാമെന്ന് ഇങ്ങോട്ട് ഓണം സത്യത്തിൽ അവരുടെ ഓണം ഞങ്ങളുടെ കുട്ടികളുടെ ഓണം നിങ്ങൾ പൊന്നോണം ആക്കിയിരിക്കുകയാണ്. നന്ദി. ഞങ്ങൾ ആക്ച്വലി ഫ്രൈഡേ ഞങ്ങൾ സ്കൂൾ അടച്ചതാണ്. നിങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാനായിട്ടാണ് കുട്ടികളൊക്കെ ഇന്ന് വീണ്ടും വന്നത്. അത് ഞങ്ങളുടെ ഈ ഓണത്തെ ഞങ്ങളുടെ വികാസ് ഭവന്റെ ഓണത്തെ പൊന്നോണമാക്കി തന്ന ടണൽ ചാരിറ്റബിൾ അസോസിയേഷന് വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടാലും ഈശ്വരൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നേരെ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മാതാപിതാക്കളാണ് ഈ കുട്ടികളുടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി ആദ്യമായിട്ടാണ് ഈ തണലിന്റെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഈ പരിപാടിയിൽ കണ്ടപ്പോൾ മനസ്സും വളരെയധികം നിറഞ്ഞു. ഒരു ഓണസദ്യ കണ്ട് കഴിച്ച് ഇറങ്ങുന്നത് പോലെയുള്ള ഒരു മനസ്സിലെ സംതൃപ്തിയിലാണ് ഞാനിവിടെ വിടുന്നത്. ഇനിയും ഇത്തരം പരിപാടികൾ മാഡം കൂടെ പറഞ്ഞതുപോലെ, മാഡം വളരെ വികാരപരിതമായിട്ടാണ് പറഞ്ഞത്, ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരെയും ചേർത്ത് നിർത്തുമെന്ന്. മാഡം നമ്മളാൽ കഴിയുന്ന എന്തൊരു സഹായത്തിനും നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ പ്രകാശൻ പിള്ള സാറിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, ഒരു നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരുമില്ലേ കൂടെ? എന്നാ വന്നേ. അതങ്ങ് മേടിച്ചു. ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് അവിടെ ഓരോരുത്തരായിട്ട് കൊടുത്തോ? ഹരികൃഷ്ണ ഹരികൃഷ്ണ ജോൺ പി എന്റെ വണ്ടി അത് എന്റെ വണ്ടി കൊണ്ടുവന്നോ എന്നാ ഞെക്കി തുറക്കണം ഞെക്കി തുറക്കണം. അദ്ദേഹത്തിനെ കൊണ്ട് കൊടുക്കാം. വാങ്ങിച്ചൊരു പോവാൻ വാ മേടിച്ചോ. തണലിന്റെ നമ്പർമാർ ഇങ്ങോട്ട് വരും. ഈ കിറ്റ് കൊടുക്കാൻ വേണ്ടി തണലിന്റെ ആൾക്കാർ ഇങ്ങോട്ട് വരും. തണൽ
തരാം മോന് തരാം. മോന് തരാൻ മടലിക്ക് ആ അതുകൊണ്ട് അതുകൊണ്ട്. അടുത്ത ആരാണ്? സുബിൻ സുബിൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആ അങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇനി അടുത്ത വാ. ഓരോരുത്തരെ വിളിക്കുന്നത് ചെയ്യണേ. വാ. ഷഹീൻ എന്തേ ഷഹീൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് നിന്നേ. ആ കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് നിന്നേ. കൊടുക്കാനുള്ളത് ഇങ്ങോട്ട്. സൂരജ് വാ 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 വാ. അടുത്ത ആരാ? അടുത്ത ആരാണ്? ആ ശ്യാംലാലിനെ കിട്ടും. ആ ശ്യാംലാൽ. ശ്യാംലാലിനെ ടിക്ക് ചെയ്തോളൂ. 3 ഐറ്റം കൊടുക്കണം. കൊടുത്തോ. അടുത്തത് ഷഹീൻ ഷഹീൻ ഞാൻ വിളിച്ചോ ഷഹീൻ അടുത്ത ആരാ? അടുത്ത ആരാ? ഷെഫിൻ ഉണ്ടോ? ആ അടുത്ത ആരാ? അടുത്ത സ്ഥലത്താണോ? ആ റോഷൻ റോഷൻ ആ റോഷൻ ആ ആ നീ അടുത്ത പ്രതീഷ് ആ ഇങ്ങോട്ടൊക്കെ മാറിയില്ലേ? അപ്പോൾ പടം എടുക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങോട്ട് ചേർന്നില്ല. ആ പ്രതീഷ് 3 ഐറ്റം കൊടുക്കും. 3 ഐറ്റം പ്രവർത്തിക്കും. ആ ഇനി ശംഭു കൊടുത്തല്ലേ ആ അനന്തൂര് കൊടുത്ത് ആ തെറ്റി കഴിഞ്ഞാണ്. ശംഭു 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 ആണോ? മറഞ്ഞിരിക്കല്ലേ? മറഞ്ഞിരിക്കല്ലേ? ഇനി ആരാ കിട്ടു കൊടുക്കാനുള്ള? ആ ആ മേരിയാസിന് ഞാൻ ആരാ കൊടുക്കുന്നത്? ഞാൻ കൊടുത്തത് പോരെ? മേരിയാസിന് മുമ്പ് വിളിച്ചിട്ട് കൊടുത്തില്ല. ആദിത്യൻ വീൽ ചെയർ ഇരിക്കുന്ന വെച്ചാണ് അവിടെ കൊണ്ട് കൊടുക്കില്ലേ? അവിടെ കൊണ്ട് കൊടുക്കുന്ന ആരാ കൊടുക്കുന്ന? ലതയാണോ? ആ ലത കൊടുക്കും. ലത കൊടുക്കും. ആ താങ്ക് യു വെൽക്കം. ആ ആരെ കൊടുക്കുന്ന? ഇന്നലെ കൊടുക്കാത്തവരാരും ഇല്ലയോ? പ്രദീപൊക്കെ എവിടെ ഇരിക്കുന്നു? പ്രദീപ് ഇല്ല അവരൊക്കെ പോയോ? ആ യശ്വന്തിന് ആരെ കൊടുക്കുന്നത്? കൊച്ചിനെ വിളിക്കുന്നു. ആ സജിത്ത് ഓക്കെ വാ ഇങ്ങോട്ട് നോക്ക്. ആരോ അടുത്തോട്ട് ആരോ ആ ഓക്കെ ഓക്കെ. ഇനി മറ്റേ ഗൗരീഷ് ഉണ്ടാവണം. ഗൗരീഷ് ഉണ്ടോ? ആ എന്നാ ശരി മതി. ഇനി അടുത്ത അജീവത്ത് ഞാൻ തരും. അല്ലേ ഞാൻ തരും. അതിനാണെങ്കിൽ ആ നോക്കി തരണം. അതിനെ കൊടുക്കും. ഞാൻ സജീവത്തിന് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പെട്ടെന്ന് തിരികെയില്ല. എന്നാലേ ഇപ്പത്തുള്ളൂ. ഇങ്ങോട്ട് തിരികെയില്ല. അങ്ങോട്ട് വന്നു. ആ അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുത്താലും മതി. ഇറങ്ങാൻ മതി. 1 കിലോ ഉണ്ടല്ലോ. എന്നാ ഇത് കൊടുക്കും. ഓക്കെ നല്ലോണം പടം എടുക്കും. ഇപ്പുറത്തുള്ള മടം ഈ സൈഡിൽ ഈ സൈഡിൽ വന്നോളൂ. ഇവിടെ പിന്നെ സജീറാണ് ആദ്യം എന്നെ ഒന്ന് വിളിച്ചപ്പോൾ ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇല്ലേ ഇനിയുണ്ട് 3 ഐറ്റം വരുന്നത്. അവൻ കാത്തു. ആ ഇവിടെ ഇനിയുണ്ട്. ആ ഇത് ഇവിടെ സീനിയർ സ്റ്റുഡന്റ്. ഓ സംസ്ഥാന പ്രസിഡന്റ് എന്ന് കൊടുക്കട്ടെ. അതെ അതെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് കൊടുക്കട്ടെ. അപ്പൊ എല്ലാവരെയും കൂടെ നിർത്തി ഇതൊന്ന് അങ്ങോട്ട് തന്നില്ലേ? എല്ലാവരും പോയി. അല്ല അവരല്ല ആ വിനീഷിന് ഇവിടെ ഈ സ്ഥാപനത്തിലെ ആരെങ്കിലും കൊടുക്കണം. സ്ഥാപനത്തിലുള്ള ആരെങ്കിലും കൊടുക്കണം. നമ്മളെ കാറ്റീരിയ ആരെങ്കിലും കൊടുത്തോ? ആരെങ്കിലും ഉണ്ടോ? സജിത്തിന്റെ പൈസ നോക്കി പോകണം. ഞങ്ങൾക്കാണ് ഇന്നോ അടുത്ത സജിത്തിന്റെ വൈഫ് അടുത്തത് സരയു. ആ ആ അതങ്ങോട്ട്
ആ അങ്ങോട്ട് ഇനിയും നമുക്ക് തോന്നും. ആ ആ വെൽക്കം അടുത്തത് ജയമാണ്. ഇനി എത്രയാണ്? എല്ലാവർക്കും ആയോ? എല്ലാവർക്കും ആയല്ലോ. എല്ലാവർക്കും ആയി ഇല്ലേ? ആ ശരി മോനെ, ശരി. എല്ലാവർക്കും ആയില്ലേ?